സങ്കീർത്തനങ്ങൾ 144 അധ്യായം 1 ഇപ്രകാരം പറയുന്നു: എൻ്റെ പാറയായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ. അവൻ എൻ്റെ കൈകളെ യുദ്ധത്തിന് പരിശീലിപ്പിക്കുന്നു, എൻ്റെ വിരലുകളെയും പരിശീലിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. ഇത് പീറ്റ് ഹെഗ്സെത്ത്, അദ്ദേഹം ഒരു മുൻ സൈനിക ഉദ്യോഗസ്ഥനാണ് അമേരിക്കൻ മിലിറ്ററിയിൽ. അദ്ദേഹം അതോടൊപ്പം തന്നെ ഫോക്സ് ന്യൂസിൽ ഒരു ആങ്കറായിട്ടും തൊഴിലെടുത്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഫോക്സ് ന്യൂസും ട്രംപുമായിട്ട് ബന്ധത്തിൻ്റെ പേരിലും അതിലും ഉപരിയായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയും ട്രംപുമായിട്ടുള്ള അടുത്ത ബന്ധത്തിൻ്റെ പേരിലാണ് അദ്ദേഹത്തിന് ഒരു അമേരിക്കയുടെ വിദേശകാര്യ മന്ത്രി എന്ന സ്ഥാനം ലഭിച്ചത്. അത് പെൻറ്റഗണിൻ്റെയും അമേരിക്കയുടെ സൈന്യത്തിൻ്റെയും തലപ്പത്തിരിക്കുന്ന വ്യക്തിയാണ്, ഡിഫൻസ് സെക്രട്ടറി. അപ്പോൾ ഇറാൻ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം നടത്തിയിരിക്കുന്ന ചില പ്രസ്താവനകൾ വിവാദത്തിൽ വന്നിരിക്കുകയാണ്. അദ്ദേഹം ആ യുദ്ധത്തിന് ഒരു പ്രചോദനം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പെൻറ്റഗണിൽ വെച്ച് നടത്തുന്ന ഒരു പ്രസ് കോൺഫറൻസിൽ പറഞ്ഞത്, സങ്കീർത്തനം 144:1 പറഞ്ഞത്, ഞാൻ എൻ്റെ പാറയായ കർത്താവ് എൻ്റെ കൈകളെ യുദ്ധത്തിനും എൻ്റെ വിരലുകളെ യുദ്ധത്തിനും ബാറ്റിൽ പ്രിപ്പയർ മീ ഫോർ ദ ബാറ്റിൽ എന്ന് പറഞ്ഞാണ് ഈ സൈനികർക്ക് വേണ്ടി. അത് വേറൊരു കോണ്ടെക്സ്റ്റിൽ നിന്ന് എടുത്തിട്ട് ഇദ്ദേഹം അതിനു വേണ്ടി ഉപയോഗിച്ചു. അത് ദൈവം അതിൽ പറയുന്നത്, സങ്കീർത്തനങ്ങളിൽ പറയുന്നത് ഇത് അതിനെ ആത്മീയമായ തലത്തിലാണ് അത് പറയുന്നത്. പക്ഷേ ഇദ്ദേഹം അതിനെ ഒരു യുദ്ധത്തിൻ്റെ ഇതിലേക്ക് കൊണ്ടുവന്നു. ഇതിന് ഓശാന ഞായറാഴ്ച മാർപ്പാപ്പ ഒരു ഉത്തരം കൊടുത്തിരിക്കുകയാണ്. അദ്ദേഹം എടുത്ത വചനം ഏശയ്യയുടെ പുസ്തകം, ഐസയ്യ എന്നൊക്കെ പറയുന്നത് ഏശയ്യയുടെ പഴയ നിയമത്തിൽ നിന്ന് തന്നെ എടുത്തിട്ട് പുസ്തകത്തിൽ നിന്നും 1 അധ്യായം 15 എടുത്തിട്ട് പറയാണ്: നീ എത്ര തന്നെ പ്രാർത്ഥിച്ചാലും നിൻ്റെ പ്രാർത്ഥന ഞാൻ കേൾക്കില്ല, കാരണം നിൻ്റെ കൈകൾ രക്തം പുരണ്ടിയിരിക്കുന്നു എന്ന് മാർപ്പാപ്പ മറുപടി കൊടുത്തു. അത് അവിടെ അവസാനിച്ചു. നമ്മൾ മനസ്സിലാക്കണം, ഫ്രാൻസിസ് മാർപ്പാപ്പ മരിച്ചതിന് ശേഷം ഒരു അമേരിക്കക്കാരനായിട്ടുള്ള മാർപ്പാപ്പയാണ് ഇപ്പോൾ ഇരിക്കുന്ന ലിയോ മാർപ്പാപ്പ. അതിനുശേഷം വീണ്ടും ഈ ഇറാൻ യുദ്ധത്തിനെ വിമർശിച്ചുകൊണ്ട് പോപ്പ് രംഗത്ത് വന്നു. അപ്പോൾ ട്രംപ് നേരിട്ട് ഇടപെട്ടു, കിങ് നേരിട്ട് ഇടപെട്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, പോപ്പിൽ ഇതിൻ്റെ അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല, പോപ്പ് ക്രിമിനലുകളെ പ്രോത്സാഹിപ്പിക്കുന്ന വ്യക്തിയാണ്. അനധികൃത കുടിയേറ്റം, ഇവിടെ നമുക്കറിയാം ഈ സൗത്ത് അമേരിക്കയിൽ നിന്നും ഇങ്ങോട്ട് കടന്നു വരുന്ന ബഹുഭൂരിപക്ഷം വ്യക്തികളും കത്തോലിക്കരാണ്. അമേരിക്കയിലെ ബഹുഭൂരിപക്ഷവും ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസാണ്, ഒരു 40-45%. കത്തോലിക്കർ അതിൽ 4-1 5-1 20% വരെയാണ് കത്തോലിക്കരുണ്ടാവുള്ളൂ. പക്ഷേ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പകുതി ശതമാനം ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസാണ്. പക്ഷേ ഹിസ്പാനിക്, അതായത് സൗത്ത് അമേരിക്കയിൽ നിന്നും അനധികൃതമായി ഇവിടുത്തെ അതിർത്തി കടന്നു വരുന്നവരും മുഴുവനും ഹിസ്പാനിക്, സ്പാനിഷ് കൾച്ചറിലുള്ള ആൾക്കാരാണ്. അപ്പം ആ കുടിയേറ്റത്തെ കത്തോലിക്ക സഭ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, കാരണം അവരുടെ അംഗസംഖ്യ കൂട്ടുന്നതിന് വേണ്ടിയിട്ടൊക്കെ അത് ഉപകരിക്കപ്പെടും. അപ്പോൾ ഈ മെക്സിക്കോ, എൽ സാവഡോർ, ഹോണ്ടുരാസ്, ഗോട്ടമാല ഈ വക പ്രദേശങ്ങളിൽ നിന്നൊക്കെ വരുന്നവരൊക്കെ കത്തോലിക്ക വിഭാഗത്തിൽപ്പെട്ടവരാണ്. ട്രംപിന് അതൊട്ടും പിടിക്കുന്നില്ല. ട്രംപും പീറ്റ് ഹെഗ്സെത്തൊക്കെ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻ, പെൻറ്റക്കോസ്റ്റൽ, പ്രൊട്ടസ്റ്റൻ്റ് വിഭാഗത്തിൽപ്പെട്ടവരാണ് ഇവരൊക്കെ. അപ്പോൾ പോപ്പല്ല അവരുടെ തലപ്പത്തിരിക്കുന്ന ആൾ, ട്രംപിൻ്റെ തലവൻ പോപ്പല്ല. അപ്പോൾ ഈ ഒരു വിവാദം ഉണ്ടായിരുന്നു ഇന്നലെ. യേശു ക്രിസ്തുവിൻ്റെയൊക്കെ ഒരു AI പടമൊക്കെ ഉണ്ടാക്കി അദ്ദേഹത്തിൻ്റെ തനതായ രീതിയിൽ കൊച്ചു കുഞ്ഞ്, അത് നമ്മൾ പറയുന്ന പോലെ 60 വയസ്സൊക്കെ കഴിയുമ്പോൾ നമ്മൾ വീണ്ടും ചെറുപ്പത്തിലേക്ക് നടന്നു നീങ്ങുന്ന പോലെയാണ് ട്രംപിൻ്റെ മനസ്സ്. ട്രംപ് അപ്പം തന്നെ പോസ്റ്റ് ചെയ്യും ഒരു യേശു ക്രിസ്തുവിൻ്റെ ഫോട്ടോ, എന്നിട്ട് കൈവച്ച് ആശീർവദിക്കുന്നു. പക്ഷെ അത് ആൾ പിൻവലിച്ചു. അദ്ദേഹം അദ്ദേഹത്തിന് ഉപദേശിച്ചത് ശരിയായ നിലപാടല്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് പിൻവലിച്ചു, ആ ഫോട്ടോ ഒക്കെ ഇട്ടിട്ട്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത്, ഞാൻ കാരണം പോപ്പ് വന്നതെന്ന്. അമേരിക്കയിൽ നിന്നും പോപ്പിനെ അതൊരു പക്ഷേ ഒരു പരിധി വരെ അത് തിരഞ്ഞെടുക്കാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്, പോപ്പ് അമേരിക്കക്കാരനാവാൻ ഉള്ള കാരണം ഒരു പക്ഷേ ട്രംപ് ആയിക്കൂടാ എന്നില്ല, നമുക്കറിയില്ല. പക്ഷേ ഒരു അമേരിക്കൻ പോപ്പിനെ തിരഞ്ഞെടുക്കാൻ കാരണം ആ ഒരു സ്വാധീനമാണോ എന്നും നമുക്ക് അറിയില്ല. അപ്പം ഈ വിവാദങ്ങൾ കത്തി നിൽക്കുന്നതിനിടയിൽ
ട്രംപ് നൈസായിട്ട് പോപ്പിനെ ഒന്ന് ഇത് ഇപ്പോഴത്തെ പോപ്പിനെ നമുക്ക് അങ്ങനെ കുറ്റമൊന്നും പറയാൻ പറ്റില്ല. അദ്ദേഹം ആ ഒരു യുദ്ധത്തോടുള്ള ഇതിൻ്റെ സമാധാനം ശാന്തി എന്നുള്ള ഒരു രീതിയിൽ ഇതിൽ ആരും കുറ്റം പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിന് അതിൽ ഇടപെടേണ്ട രാഷ്ട്രീയമാണ്. ഇറാൻ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അമേരിക്കയുടെയൊക്കെ മേത്തേക്കും അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ മേത്തേക്ക് ഇടുന്നുള്ളത് ഉറപ്പാണ്, അവർ വിളിച്ചു പറയുന്നതാണ് ദിവസം. അപ്പം ട്രംപ് അദ്ദേഹം ആ രാഷ്ട്രീയത്തിൽ ഇടപെടാതിരിക്കുന്നതായിരുന്നു ഉത്തമം എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. ഒപ്പം തന്നെ യുദ്ധം ഇപ്പം കഴിഞ്ഞ അരനൂറ്റാണ്ടോളമായിട്ട് ഈ ഖമേനിയും കൂട്ടരൊക്കെ പൊട്ടിക്കും കത്തിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവരൊക്കെ കേട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഇത് എന്ന മാതിരിയാണ് അദ്ദേഹം ഇപ്പം പോപ്പിന് മിണ്ടാണ്ടിരിക്കാം. പോപ്പിന് വേണമെങ്കിൽ നിശബ്ദമായിട്ട് പിന്നാമ്പുറത്തിലൂടെ ഇവരെയൊക്കെ ഫോൺ ചെയ്ത് നിങ്ങൾ അങ്ങനെ അടി കൂടുതൽ അങ്ങനെ ഫ്രാൻസിസ് മാർപ്പാപ്പ ക്യൂബയും അമേരിക്കയുമായിട്ടുള്ള ഒരു പ്രശ്നം അദ്ദേഹം സമാധാനത്തിലൂടെ തീർത്തു. അങ്ങനെ അതൊക്കെയാണ് ഇവർ ചെയ്യേണ്ട ഒരു കർമ്മം എന്ന് പറയുന്നത്. ഇപ്പം ഒബാമയായിരിക്കുന്ന സമയത്ത് ക്യൂബയും അവിടുത്തെ ഫിഡൽ കാസ്ട്രോയുടെ അനിയൻ റാവുൾ കാസ്ട്രോ ഒക്കെ ആയിട്ട് പക്ഷെ അത് അലസി തിരിഞ്ഞ എന്നാൽ ഇപ്പം പോലും ആ ഒരു സമാധാനം കൊണ്ടുവന്നത് അദ്ദേഹം നേരിട്ട് ഇടപെട്ടില്ല. ഫ്രാൻസിസ് മാർപ്പാപ്പത്തിൽ നേരിട്ട് ഇടപെട്ടില്ല. അദ്ദേഹം പിന്നാമ്പുറത്ത് നിന്ന് രണ്ടു കൂട്ടരെയും വിളിച്ച് സന്ധി സംഭാഷണം നടത്തി അമേരിക്ക അവിടെ എംബസിയൊക്കെ തുറന്നു. അപ്പോൾ അതുപോലെ പ്രവർത്തിക്കുന്നതായിരിക്കും പോപ്പിന് ഉത്തമം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇദ്ദേഹത്തിനെ കുറിച്ച് ഞാൻ അങ്ങനെ വിമർശിക്കാൻ ആളല്ലെങ്കിൽ കൂടിയിട്ട് ഇങ്ങനെ ഒരു പരസ്യമായ ഒരു രാഷ്ട്രീയ വിവാദത്തിൽ ഉൾപ്പെടാതിരിക്കുന്നതാണ് ഇത് നല്ലത്. അപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്നത് അതിന് ഉത്തമമായ മറുപടിയാണ് ട്രംപ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ബൈബിൾ വചനം എടുത്ത് ഇങ്ങനെ ഉപയോഗിക്കുന്ന, അതായത് എൻ്റെ പാറയായ കർത്താവ് എനിക്ക് എൻ്റെ കൈകളെയും വിരലുകളെയും യുദ്ധത്തിന് ശക്തിപ്പെടുത്തിയിരിക്കുന്നത് പറയുന്നത് ആത്മീയമായിട്ടുള്ള തലത്തിലാണ് സങ്കീർത്തനങ്ങളിൽ അത് പറയുന്നതെന്നുണ്ടെങ്കിൽ നേരെ വളച്ചൊടിച്ചാണ് പീറ്റ് ഹെക്സത്ത്. അദ്ദേഹം ഒരു പ്രത്യേകതരം ഇതാണ് അദ്ദേഹത്തിൻ്റെ. അദ്ദേഹം അവിടെ അധികാരത്തിൽ വന്നതിൽ ആർക്കും ഇതില്ല ഈ യുദ്ധത്തിൻ്റെ ഈ യുദ്ധം മുന്നോട്ട് പോകുമ്പോൾ ഒരിക്കലും മാർപ്പാപ്പ അങ്ങനെ ഒരു അഭിപ്രായം പറയുന്നത് ശരിയായിട്ടുള്ളൊരു നിലപാടല്ല. പക്ഷെ അതിന് ട്രംപിനെ പോലെയുള്ള ഒരാളുടെ അടുത്ത് അതൊക്കെ നമുക്കറിയാം, തിരിച്ചും വാദപ്രതിവാദങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും എന്നുള്ളത് പറയാം. പക്ഷേ അപ്പോൾ അദ്ദേഹത്തിന് വേണമെങ്കിൽ ട്രംപിനെ നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ ട്രംപിനെ വിളിക്കാം, അതല്ലെങ്കിൽ അപ്പുറത്ത് ഇറാനെ വിളിക്കാം. ഇതിൽ വേറൊരു ട്വിസ്റ്റും കൂടി ഉള്ളത്, ഇറാനിയൻ പ്രസിഡന്റ് പെസഷ്കിൻ അദ്ദേഹം ഒരു ശാന്തപ്രകൃതിക്കാരനാണ്. ഈ യുദ്ധമൊക്കെ തീർന്ന് ഏകദേശം ഒരു സെറ്റിൽമെൻറ്റ് വരുന്ന സമയത്ത് ഒരു പക്ഷേ അമേരിക്കയുടെ പ്രതിനിധിയായിട്ട് പെസഷ്കിൻ തന്നെ അവിടുത്തെ പ്രസിഡന്റ് ആവാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. അയത്തുള്ള അലി ഖമേനിയാണ് അദ്ദേഹത്തിന് സ്ഥാപിച്ചത്. അപ്പോൾ ഇദ്ദേഹം പെസഷ്കിൻ പോപ്പിന് അനുകൂലമായിട്ട് നിങ്ങൾ ട്രംപ് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നുള്ളൊരു ഈ പോപ്പും ട്രംപും തമ്മിലുള്ള ഇതിൽ ഇദ്ദേഹം മറുപടി പറഞ്ഞിരിക്കുകയാണ്. പെസഷ്കിൻ പറഞ്ഞിരിക്കുകയാണ് പോപ്പിനെ അവഹേളിച്ചു എന്നും പറഞ്ഞുള്ളൊരു ഇത് വന്നപ്പോൾ പെസഷ്കിനും അതിൽ അഭിപ്രായം പറഞ്ഞ് ഇതിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അതായത് യേശു ക്രിസ്തുവിൻ്റെ പ്രതിനിധിയാണ് പോപ്പ് എന്നുള്ള രൂപത്തിലാണ് നമ്മുടെ പെസഷ്കിൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ ആത്മീയ തലത്തിലും രാഷ്ട്രീയമായിട്ടുള്ള ആ ഒരു ബന്ധങ്ങൾ, മതവും വിശ്വാസവും രാഷ്ട്രീയവും തമ്മിലുള്ള ആ ഒരു ഇതാണ് നമ്മളിപ്പോൾ ഇവിടെ ഈ ഒരു യുദ്ധത്തിനിടയിലും കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്.